ഹായ് ഹലോ വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസ് 2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ 1 ആയിട്ടുള്ള വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്, അല്ലേ? കാലാവസ്ഥ എന്ന് പറയുന്നത്, കാലാവസ്ഥയെ നമ്മൾ ദിനാന്തരീക്ഷ സ്ഥിതി എന്നും അതുപോലെ തന്നെ കാലാവസ്ഥ എന്ന് നമുക്ക് രണ്ടായി തിരിക്കാൻ കഴിയും. അതായത് വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നായി നമുക്ക് തിരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരുടെ മനസ്സിലുണ്ടാവും, ഈ വെതറും ക്ലൈമറ്റും ഒന്ന് തന്നെയല്ലേ? എന്താണ് ഈ വെതറും ക്ലൈമറ്റും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളൊരു ബേസിക്കായ ക്വസ്റ്റ്യൻ എല്ലാവരുടെ മനസ്സിലും സ്വാഭാവികമായിട്ടും ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ ആരംഭിക്കുന്നത്. വെതർ ആൻഡ് ക്ലൈമറ്റ് അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ കാലാവസ്ഥ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതിനാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ നമ്മൾ വ്യത്യസ്തമായ കാലാവസ്ഥാ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്ന ആ കാലാവസ്ഥകളെ അല്ലെങ്കിൽ ഓരോ ദിവസവും അന്തരീക്ഷത്തിലുണ്ടാകുന്ന അവസ്ഥകളെയാണ് പൊതുവിൽ നമ്മൾ ദിനാന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ വെതർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രസിപ്പിറ്റേഷൻ ഓവർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു ചെറിയൊരു സ്ഥലത്ത് ഒരു വളരെ ഷോർട്ടായിട്ടുള്ളൊരു പീരീഡിൽ അനുഭവപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫാക്ടേഴ്സ്, അറ്റ്മോസ്ഫിയറിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്. അത് ടെമ്പറേച്ചർ ആവാം, ചൂട് അല്ലെങ്കിൽ താപനിലയാവാം, അതല്ലെങ്കിൽ അതൊരു ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രതയാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാറ്റാവാം, അല്ലെങ്കിൽ പ്രഷറാവാം, അതല്ലെങ്കിൽ മറ്റ് പല നിലയിലുള്ള കാലാവസ്ഥാ ഘടകങ്ങളാവാം. അപ്പോൾ ഈ ഓരോ കാലാവസ്ഥാ ഘടകങ്ങൾ കാരണവും വളരെ ഷോർട്ട് പീരീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു ചുരുങ്ങിയ ഒരു സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ഈ എന്താ പറയുക, ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനെയാണ്, ഒരു അന്തരീക്ഷ സാഹചര്യത്തെയാണ് നമ്മൾ വെതർ അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു മൊമെന്റിൽ ഇവിടെ മഴ പെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ചൂടാണെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പാണ്, ഭയങ്കര മഞ്ഞാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് വെതർ, നമ്മൾ അതിനെ വിളിക്കുന്നത് വെതർ എന്നാണ്, അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി എന്നാണ്. നമ്മളതിന് ക്ലൈമറ്റ് എന്നല്ല പറയുന്നത്, മറിച്ച് വെതർ അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി എന്നാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കാറുള്ളത്. നേരെ മറിച്ച് നമ്മൾ ക്ലൈമറ്റിലേക്ക് വന്നാൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു ദീർഘമായ കാലയളവിൽ ഒരു വലിയൊരു പ്രദേശത്ത്, എങ്ങനെയാണ് ഒരു ദീർഘമായ ഒരു കാലയളവിൽ ഒരു വലിയൊരു പ്രദേശത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ആവറേജ് ആയിട്ടുള്ള ഈ പറയുന്ന വെതർ കണ്ടീഷൻസിനെയാണ് നമ്മൾ കാലാവസ്ഥ എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യ എന്നുള്ളൊരു രാജ്യം, ഈ ഇന്ത്യ എന്ന രാജ്യത്ത് ഒരു കഴിഞ്ഞൊരു 35-40 വർഷങ്ങളായി, അല്ലേ, 35-40 വർഷങ്ങളായി ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ഓരോ ദിവസവും അനുഭവപ്പെടുന്ന വെതർ കണ്ടീഷൻസിനെ അനലൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ആവറേജ് എടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ ക്ലൈമറ്റ് ഇന്നതാണ് എന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനെ തന്നെയാണ് ഭൂമിയിലെ ഓരോ ഇടത്തും ഒരു വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രദേശത്ത് വളരെ ലോങ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡിൽ അത് ഒരു 35-40 വർഷങ്ങളോളം ഒരു വളരെ ലോങ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡിൽ അനുഭവപ്പെടുന്ന ശരാശരി ദിനാന്തരീക്ഷ സ്ഥിതിയെയാണ്, ശരാശരി വെതർ കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ക്ലൈമറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും എന്താണ് വെതർ, എന്താണ് ക്ലൈമറ്റ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഓരോ ദിവസവും ഇപ്പം മഴ പെയ്യുന്നുണ്ടെങ്കിൽ അത് കാലാവസ്ഥ അല്ല, അത് കാലാവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ദിനാന്തരീക്ഷ സ്ഥിതിയാണ്, അത് വെതറാണ്. ഇപ്പോൾ ഉള്ള വളരെയധികം ചൂട് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു വേനൽക്കാലമാണ്, അല്ലേ? ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് ഓരോ ദിവസവും ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ചൂട് അനുഭവപ്പെടുന്നത് നമ്മൾ എന്താ വിളിക്കുക? ക്ലൈമറ്റ് എന്നാണോ വിളിക്കുക? ക്ലൈമറ്റ് എന്നാണോ? അല്ല, അല്ലേ? എന്താ വിളിക്കുക? നമ്മൾ വെതർ എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി എന്നാണ് വിളിക്കുക. നമ്മൾ മലയാളത്തിൽ പൊതുവെ രണ്ടിനും നമ്മൾ വെതർ എന്നുള്ളതിനും അതുപോലെ തന്നെ ക്ലൈമറ്റ് എന്നുള്ളതിനും നമ്മൾ പൊതുവെ കാലാവസ്ഥ എന്ന് പറയാറുണ്ട്. പക്ഷേ
ഇറ്റ് ഹാസ് ഡിസ്റ്റിങ്ഷൻ, അല്ലെങ്കിൽ അതിന് രണ്ടിനും എന്താണ് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതാണ് വെതറിനെയും ക്ലൈമറ്റിനെയും കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാകേണ്ട ഒരു പെർട്ടിക്കുലറായ ഒരു ധാരണ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ എന്താണ് വെതർ, എന്താണ് ക്ലൈമറ്റ് എന്നുള്ളത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കൽ കൂടി അത് എല്ലാവരും മനസ്സിലേക്ക് എടുക്കുക. വെതർ എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ വളരെ ഷോർട്ടായിട്ടുള്ളൊരു പീരീഡിൽ നമുക്ക് അനുഭവപ്പെടുന്ന അന്തരീക്ഷ സാഹചര്യങ്ങളെയാണ് നമ്മൾ വെതർ എന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ ലോങ് ആയിട്ടുള്ളൊരു പീരീഡിൽ വളരെ ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസിൽ ശരാശരിയായി ഒരു ആവറേജ് ആയി നമുക്ക് അനുഭവപ്പെടുന്ന വെതർ കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്ലൈമറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എലമെൻറ്റ്സ് ഓഫ് വെതർ, കാലാവസ്ഥയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ടൊന്ന് നോക്കാം. എന്തൊക്കെയായിരിക്കും എലമെൻറ്റ്സ് ഓഫ് വെതർ, അല്ലെങ്കിൽ കാലാവസ്ഥയുടെ അല്ലെങ്കിൽ ക്ലൈമറ്റിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്താണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താപനില, അന്തരീക്ഷ താപനില എന്ന് പറയുന്നത് വെതറിനെ കാര്യമായി ബാധിക്കുന്ന എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അല്ലേ, ഒരു ഫാക്ടറാണ്. അന്തരീക്ഷ താപനിലയ്ക്കനുസരിച്ച് കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഓക്കെ, അന്തരീക്ഷ താപനിലയ്ക്കനുസരിച്ച്, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനനുസരിച്ച് കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതെന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുണ്ട്. രണ്ടാമത്തതാണ് പ്രഷർ, അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. മർദ്ദം കാരണവും എന്തുണ്ടാവും, നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ എന്തിനുണ്ടാവും, നമ്മളുടെ വെതറിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പ്രഷറും എന്താണ്, കാലാവസ്ഥയെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കി വെക്കണം. നമ്മൾ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ഫാക്ടർ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറാണ്. രണ്ടാമത്തെ ഫാക്ടർ ഏതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഓക്കെ, മൂന്നാമത്തെ ഫാക്ടറാണ് വിൻഡ് അല്ലെങ്കിൽ കാറ്റ് എന്ന് പറയുന്നത് അല്ലേ. എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് എന്താണ്, നല്ല തണുത്ത കാറ്റ് വീശുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാവർക്കും തണുത്ത കാറ്റ് കൊള്ളാനും വളരെയധികം സന്തോഷവും ഇഷ്ടമൊക്കെ ഉള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഈ ഒരു ചൂട് കാലത്തല്ലേ. അപ്പോൾ കാറ്റിനും എന്തുണ്ട്, ഈ വെതർ കണ്ടീഷൻസിനെ ബാധിക്കാൻ അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് കാറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മറ്റൊരു കാര്യമാണ് പ്രസിപ്പിറ്റേഷൻ, അല്ലെങ്കിൽ നമുക്ക് വർഷണമെന്നോ അല്ലെങ്കിൽ മഴ എന്നൊക്കെ നമുക്ക് കോമൺ ആയിട്ട് വിളിക്കാൻ കഴിയുന്ന മഴയൊക്കെ ഉൾപ്പെടുന്ന വർഷണം പോലത്തെ, പ്രസിപ്പിറ്റേഷൻ പോലത്തെ കാര്യങ്ങൾ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മളെ കാലാവസ്ഥയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെയാണ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈർപ്പം അല്ലെങ്കിൽ ആർദ്രത എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അതായത് അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഹ്യൂമിഡിറ്റിയും എന്തിനെ ബാധിക്കും, നമ്മളുടെ കാലാവസ്ഥയെ അല്ലെങ്കിൽ നമ്മളുടെ വെതർ കണ്ടീഷൻസിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ 5 ഫാക്ടേഴ്സാണ് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. 5 ഫാക്ടേഴ്സാണ് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നത്, വെതറിനെയും ക്ലൈമറ്റിനെയും എഫക്റ്റ് ചെയ്യുന്നത്. ആ 5 ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തതാണ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അന്തരീക്ഷ താപനില. അതായത് നമുക്ക് അനുഭവപ്പെടുന്ന ചൂട് അല്ലെ, അന്തരീക്ഷത്തിലുള്ള ചൂട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും അല്ലേ. രണ്ടാമത്തത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് അല്ലെ, പ്രഷറാണ്. മൂന്നാമത്തെ വിൻഡാണ് അല്ലെ, നാലാമത്തത് അത് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രതയാണ്. അഞ്ചാമത്തെ പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ വർഷണം അല്ലെങ്കിൽ മഴ എന്നൊക്കെ പറയാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ 5 ഫാക്ടേഴ്സും വളരെ സിഗ്നിഫിക്കൻ്റ് ആയി നമ്മളുടെ വെതറിനെയും ക്ലൈമറ്റിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഓരോ ഫാക്ടേഴ്സും നമ്മളുടെ വെതറിനെ ബാധിക്കുന്നത്, നമ്മളുടെ ക്ലൈമറ്റിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആകെ ഡിസ്കസ് ചെയ്യുന്നത്.
ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആകെ ഡിസ്കസ് ചെയ്യുന്നത് ഈ 5 ഫാക്ടേഴ്സ് എങ്ങനെ നമ്മളുടെ ക്ലൈമറ്റിനെ അല്ലെങ്കിൽ നമ്മളുടെ വെതറിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ എന്താണ് ഈ ഘടകങ്ങളൊക്കെ ബാധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് നമ്മളുടെ സൂര്യനാണ് അല്ലേ. സൂര്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ, വളരെ സിഗ്നിഫിക്കൻ്റ് ആയ, നമ്മളുടെ ക്ലൈമറ്റിനെയൊക്കെ നിയന്ത്രിക്കുന്ന രാജാവ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ സൂര്യനാണ്. കാരണം സൂര്യനിൽ നിന്നാണ് എന്ത് വരുന്നത്? എനർജി വരുന്നത് അല്ലേ. അപ്പോൾ എനർജി വരുന്നത് സൂര്യനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ നമ്മളുടെ ഈ കാലാവസ്ഥയെയും അതുപോലെ വെതറിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു രാജാവിനെ പോലെ വാഴുന്നത് ആരാണ്? അത് നമ്മളുടെ സൂര്യനാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവണം. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ പോലത്തെ ഈ കാലാവസ്ഥയെ ബാധിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറിനെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ദ എമൗണ്ട് ഓഫ് സൺലൈറ്റ് അല്ലെ. ദ എമൗണ്ട് ഓഫ് സൺലൈറ്റ്, നമ്മളുടെ ഭൂമിയിലേക്ക് എത്തുന്ന സൂര്യപ്രകാശം അല്ലെങ്കിൽ സൗരോർജം എന്നൊക്കെ പറയാൻ കഴിയുന്ന ഈ എത്രമാത്രം സൺലൈറ്റ് ആണ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചു കൊണ്ടാണ് നമ്മളുടെ ഈ ഫാക്ടേഴ്സ്, ഈ ടെമ്പറേച്ചർ പോലത്തെ പ്രഷർ പോലത്തെ ഫാക്ടേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പം നമുക്ക് ഇൻസുലേഷൻ എന്നൊക്കെ കേട്ട് നിങ്ങൾ പേടിക്കണ്ട. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന ഊർജത്തിൻ്റെ അളവിനെയാണ്, അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ഇൻസൊലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് വെതർ ആൻഡ് ക്ലൈമറ്റ്. എന്താണ് വെതറും ക്ലൈമറ്റിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണ്? സിഗ്നിഫിക്കൻസ് എന്താണ്? അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്? അപ്പം നമ്മൾ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നൊരു ചാപ്റ്റർ 10ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് സെക്കൻഡിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു പ്രത്യേകത അല്ലെങ്കിൽ എന്തോ ഒരു പ്രാധാന്യം ഈ ഒരു ചാപ്റ്ററിനുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഈ ഒരു വെതറിനും ക്ലൈമറ്റിനും ഉണ്ടാവും അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാര്യമായിട്ട് പഠിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ 5 ഘടകങ്ങളെ പറ്റി വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 5 ഘടകങ്ങളെ പറ്റി വിശദമായി പഠിക്കുന്നതിന് മുൻപ് നമ്മൾ എന്തിനിത് പഠിക്കണം എന്നുള്ള ഒരു ബേസിക് ആയ ക്വസ്റ്റ്യൻ എല്ലാവരുടെ മനസ്സിലുണ്ടാവും അല്ലേ. എന്തുകൊണ്ട് വെതറിനെയും ക്ലൈമറ്റിനെയും കുറിച്ച് നമ്മൾ പഠിക്കണം? അതിന് ഒന്നാമത്തെ കാര്യം എന്താണ്? ഏറ്റവും ബേസിക്കായി നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം നിങ്ങൾ പറഞ്ഞേ. നിങ്ങൾക്കറിയാവുന്ന നമ്മൾ വെതറിനെയും ക്ലൈമറ്റിനെയും കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് പറഞ്ഞേ. അത് തീർച്ചയായിട്ടും നമ്മളെ നേരിട്ട് ബാധിക്കുന്ന കാര്യമായിരിക്കും അല്ലേ. നമ്മളെ നേരിട്ട് ബാധിക്കുന്ന അല്ലേ, മനുഷ്യരെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കും. നമ്മൾ നോക്കുക, ഭക്ഷണ രീതി അല്ലേ, വസ്ത്രധാരണം, നമ്മളുടെ താമസം, നമ്മളുടെ തൊഴിൽ, നമ്മളുടെ ശാരീരിക മാനസിക ആരോഗ്യം, ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളെയും ഒരു പരിധിവരെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതിൽ അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നതിൽ, തീരുമാനിക്കുന്നതിൽ ആർക്ക് റോളുണ്ട്? വെതറിനും ക്ലൈമറ്റിനും വലിയ റോളുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളുടെ ഭക്ഷണ ശൈലിയെ ബാധിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾ കഴിക്കുന്ന ഒരു ഭക്ഷണം, കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ കഴിക്കുന്ന ഒരു ഭക്ഷണമാണോ നമുക്ക് പുറത്തുള്ള യൂറോപ്യൻ കൺട്രീസിൽ ജീവിക്കുന്ന ഒരാൾ കഴിക്കുന്നത്? അല്ലേ, നല്ല വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ ഇന്ത്യയിൽ കഴിക്കുന്ന ഒരാൾ കഴിക്കുന്ന ഭക്ഷണമല്ല ആര് കഴിക്കുന്നത്? ഒരുപാട് ദൂരെയുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിലുള്ള ആര് കഴിക്കുന്നത്? യൂറോപ്യൻസ് കഴിക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് ഉണ്ടല്ലേ, അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഇനി കുറച്ചും കൂടി സിമ്പിളായി പറഞ്ഞാൽ, ഇപ്പോൾ നല്ല വേനൽക്കാലമാണ്, ഭയങ്കര ചൂടുള്ള സമയത്ത് നമുക്ക് തന്നെ നല്ല ചൂടുള്ള ചോറ് തിന്നാൻ അല്ലെങ്കിൽ ചൂടുള്ള ചായ കുടിക്കാൻ നമുക്ക് തന്നെ തോന്നുമോ? ഇല്ലല്ലേ. നമ്മളെപ്പോഴും തണുത്ത ജ്യൂസൊക്കെ കാണുമ്പോൾ നമുക്ക് അതിലേക്കാണ് നമ്മളുടെ കൈ നേരെ പോവുക, അല്ലെങ്കിൽ അതിലേക്കാണ് നമ്മൾ നേരെ അട്രാക്ട് ചെയ്യപ്പെടുക. അപ്പോൾ നേരെ മറിച്ച് നല്ല തണുപ്പുള്ള അന്തരീക്ഷത്തിലാണെങ്കിലോ, നല്ല തണുപ്പ് കാലത്താണെങ്കിലോ, നല്ല മഞ്ഞ് കാലത്താണെങ്കിലോ നമുക്ക് തോന്നുക? നമുക്ക് വിൻ്റർ സീസണൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ തോന്നുക? നമുക്ക് നല്ല ചൂട് ചായ കുടിക്കാനാണ് നേരെ മറിച്ച് നമുക്ക് ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ ഇത് തന്നെയാണ് ബേസിക്കായിട്ട്, അതായത് ഭക്ഷണ ശൈലി അല്ലെങ്കിൽ ഭക്ഷണ രീതിയെ വലിയ രൂപത്തിൽ ബാധിക്കാൻ ആർക്ക് പറ്റും? വെതറിനും ക്ലൈമറ്റിനും പറ്റും എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. മറ്റൊന്നാണ് വസ്ത്രധാരണം. ഇപ്പോൾ നമ്മൾ
വളരെ തണുപ്പ് കൂടിയ സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കട്ടി കൂടിയ വസ്ത്രങ്ങളാണ് അപ്പോഴും ധരിക്കുക അല്ലേ. നേരെ മറിച്ച് നമ്മൾ കുറച്ച് ചൂട് കൂടിയ പ്രദേശങ്ങളിലാണ് പോകുന്നെങ്കിലോ പരമാവധി നേർത്ത വസ്ത്രങ്ങൾ, അതും കറുപ്പ് നിറമല്ലാത്ത വസ്ത്രങ്ങളൊക്കെയാണ് നമ്മൾ ധരിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു നിലയിൽ എന്താണ് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ ക്ലോത്തിങ്ങിലൊക്കെ വലിയ ചേഞ്ചസ് എന്താണ് ഈ വെതറിനെയും ക്ലൈമറ്റിനെയും ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഡ്രസ്സിങ് രീതിയിൽ തന്നെ, ക്ലോത്തിങ്ങിൽ തന്നെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് നമ്മുടെ ഡ്രസ്സിങ്ങിനെയും എന്ത് ബാധിക്കുന്നുണ്ട്, ഈ വെതർ കണ്ടീഷൻസും ക്ലൈമാറ്റിക് കണ്ടീഷൻസും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. മറ്റൊന്നാണ് നമ്മളുടെ സെറ്റിൽമെൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മളുടെ താമസം, അല്ലെങ്കിൽ നമ്മളുടെ താമസ വ്യവസ്ഥ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. നമ്മളുടെ സെറ്റിൽമെൻറ്റ് അല്ലേ, നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ നമ്മൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കുള്ളിലാണ് ജീവിക്കുന്നത്. നേരെ മറിച്ച് നല്ല ശൈത്യപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളോ അവരവിടെ ഇഗ്ലു ഉണ്ടാക്കി ജീവിക്കും അല്ലേ. നമ്മൾ ഇഗ്ലുവിനെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലേ. ഇഗ്ലു ഉണ്ടാക്കിയാണ് അവിടെ ജീവിക്കുക. അല്ലെങ്കിൽ അവിടുത്തെ താമസ രീതികൾ എന്താണ് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് അല്ലേ, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. അവിടെ കുറച്ചുകൂടി അതിനെ അഡോപ്റ്റ് ചെയ്യുന്ന, തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുന്ന നിലയിലുള്ള രീതിയിലാണ് അവിടുത്തെ താമസ രീതികൾ അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ. അവിടുത്തെ വീടുകൾ അങ്ങനെയാണ്, കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ളതായിരിക്കും. നേരെ മറിച്ച് നമ്മളുടെ ഇവിടേക്ക് വരുമ്പോൾ ഇത് കുറച്ചും കൂടി നമ്മളുടെ ഇവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ളതായിരിക്കും നമ്മളുടെ നാട്ടിലുണ്ടാവുക. അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു വ്യത്യാസമാണ്. സെറ്റിൽമെൻറ്റ് പാറ്റേൺസിലും അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റിൻ്റെ കാര്യത്തിലും നമ്മളുടെ താമസ വ്യവസ്ഥയുടെ കാര്യങ്ങളിലും ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ തൊഴിൽ അല്ലേ. നമ്മളുടെ ഒക്യുപ്പേഷൻസ് ചേഞ്ച് ചെയ്യും അല്ലേ. നമുക്കിപ്പോൾ ഈ ഓരോ നാടിനനുസരിച്ച് അല്ലേ, അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിനനുസരിച്ച് ഒരു പക്ഷേ അവിടുത്തെ പല നിലയിലുമുള്ള ഒക്യുപ്പേഷൻസിൽ വളരെ വലിയ ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വെക്കേണ്ടതുണ്ട്. മറ്റൊന്നാണ് നമ്മളുടെ ശാരീരിക മാനസിക ആരോഗ്യം, നമ്മളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് അല്ലേ. നമ്മളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിനെ ഇത് വല്ലാതെ ബാധിക്കും അല്ലേ. നല്ല ചൂടാണെങ്കിലും നല്ല തണുപ്പാണെങ്കിലും അത് നമ്മളെ വല്ലാതെ ഫിസിക്കലി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലേ. അതുപോലെ തന്നെയാണ് പലപ്പോഴും മെൻ്റലി അല്ലേ, മാനസികമായിട്ട് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും. നല്ല ചൂടാണെങ്കിൽ, നല്ല വെയിലത്ത് പുറത്തിറങ്ങി പോയി തിരിച്ചു വന്നാലുള്ള നമ്മളുടെ മെൻ്റൽ കണ്ടീഷൻ എന്തായിരിക്കും അല്ലേ. നമ്മൾ ആകെ ക്ഷീണിച്ച് നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലാവും. നേരെ മറിച്ച് നല്ല തണുപ്പാണെങ്കിലും ഇതിൻ്റെ സമാനമായ മറ്റൊരു അവസ്ഥയായിരിക്കും നമുക്ക് ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മളുടെ മെൻ്റൽ കണ്ടീഷനെയും നമ്മളുടെ ഫിസിക്കൽ കണ്ടീഷനെയും നമ്മളുടെ ഹെൽത്തിനെയും ഒക്കെ വളരെ ക്രൂഷ്യലായി ബാധിക്കുന്ന ഒന്നാണ് വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ളത് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റ് മേഖലകൾ. ഇപ്പോൾ കൃഷി എന്നൊക്കെ പറയുന്നത് ഓരോ ദിവസത്തെയും അല്ലേ വെതറിനെ ആശ്രയിച്ചുകൊണ്ടാണ് അല്ലേ. നമുക്ക് ഓരോ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ് നമ്മളുടെ നാട്ടിൽ കൃഷി രീതികൾ നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ കാലാവസ്ഥ തീർച്ചയായിട്ടും കൃഷിയെ ബാധിക്കുന്നുള്ളത് ഒരു ബേസിക് നോളജാണ്, അത് എല്ലാവർക്കും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ട്രാവലിംഗ് മാത്രമല്ല ഈ സമുദ്ര സഞ്ചാരങ്ങൾ, ഓഷ്യാനിക് ട്രാവൽസിനെയൊക്കെ വലിയ രൂപത്തിൽ ഈ വെതറും ക്ലൈമറ്റും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. മറ്റൊന്നാണ് ഫിഷിംഗ് പോലത്തെ ജോലികൾ. നേരത്തെ പറഞ്ഞ ജോലികൾ നമുക്ക് ബ്രോഡായി ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ് ഫിഷിംഗ് പോലത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് ടൂറിസത്തെയും ബാധിക്കുന്നുണ്ട്, വളരെ നിർണായകമായിട്ട് ബാധിക്കുന്നുണ്ട്, ഈ പറയുന്ന വെതറും ക്ലൈമറ്റും ബാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു വെതർ പലപ്പോഴും നമ്മൾ ടൂറിസ്റ്റ് സ്പോട്ട്സ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? നല്ല വെതറാണോ, നല്ല ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ക്ലൈമറ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോലെ നല്ല പൊരി വെയിലുള്ള അല്ലെങ്കിൽ നല്ല ഉഷ്ണകാലത്ത് നമ്മൾ ഡൽഹിക്കും അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകാൻ തയ്യാറാവാറുണ്ടോ? ഇല്ല അല്ലേ. നമുക്ക് കുറച്ചുകൂടി തണുത്തിട്ടുള്ള ഒരു ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെയാണ് എല്ലാവരും ഡൽഹിയിലേക്കൊക്കെ ടൂർ പോകുന്ന നമ്മൾ കണ്ടിട്ടുള്ളത് പൊതുവെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഈ ടൂറിസം മേഖലയെയും ബാധിക്കുന്നുണ്ട്,
ക്ലൈമറ്റും വെതറും വളരെ നന്നായി ബാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പം അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പല മേഖലകളെ എന്ത് ബാധിക്കുന്നു? നമ്മളുടെ വെതർ ആൻഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വളരെ ക്രൂഷ്യലായി ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ട് തന്നെയാണ് വെതറും ക്ലൈമറ്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി നമ്മളുടെ ലൈഫിൽ ഒരു ദിവസം ഏറ്റവും അധികം പലപ്പോഴും സ്മരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് കാലാവസ്ഥാ വകുപ്പ് അല്ലേ, കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് എന്നൊക്കെ പറയുന്നത് അല്ലേ. നമ്മൾ ഇന്ത്യൻ മീറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ് അതിന് നമ്മൾ പറയുന്നത്. അതായത് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പാണ്. ഈ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൽ തന്നെ അവരാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ജോലി എന്താണ്? അവരാണ് നമ്മൾക്ക് ഓരോ ദിവസവും ഉള്ള കാലാവസ്ഥ അല്ലെങ്കിൽ ഓരോ ദിവസത്തെയുള്ള വെതർ കണ്ടീഷൻസും അതുപോലെ തന്നെ പൊതുവിലുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസും എന്ത് ചെയ്യുന്നത്, അതിനെ പറ്റി അനലൈസ് ചെയ്ത് അതിനെ പ്രവചിക്കുന്നതും അതിനെ നിരീക്ഷിക്കുന്നതും അതിനെ ഒബ്സർവ് ചെയ്യുന്നതൊക്കെ ആരാണ്? IMD ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ IMDൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ഓരോ ദിവസവും ഉള്ള അല്ലെങ്കിൽ മൊത്തത്തിലുള്ള വെതർ ആൻഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻസിനെ കൃത്യമായി ഒബ്സർവ് ചെയ്യുക, അതിനുമായി ബന്ധപ്പെട്ടിട്ട് പ്രവചനങ്ങൾ നടത്തുക അല്ലേ. ഇനി എന്തായിരിക്കും കാലാവസ്ഥ എന്നുള്ളത് പ്രവചിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇന്ന് മഴയുണ്ടാകും എന്ന് പറഞ്ഞ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നു. ഒരുപക്ഷെ മഴയുണ്ടാവില്ല, നമുക്കൊക്കെ സ്കൂൾ ലീവ് കിട്ടും, പക്ഷെ മഴയുണ്ടാവില്ല അല്ലേ. പക്ഷേ ചില ദിവസങ്ങളിൽ എന്തായിരിക്കും, ഈ പറഞ്ഞ പോലെ ഈ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ പ്രവചനങ്ങൾ തെറ്റുന്നത് കൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ മഴയുണ്ടാവുകയില്ല, യെല്ലോ അലേർട്ട് ആയിരിക്കും, പക്ഷെ നല്ല ശക്തമായ മഴ പെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥാ വകുപ്പിനെയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തെയും ഒക്കെ വളരെ നന്നായി സ്മരിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് ഡൽഹിയിലാണ്. പക്ഷേ ഇവർക്ക് നമ്മുടെ രാജ്യത്തുടനീളം അതുപോലെ അന്റാർട്ടിക്കയിലും ഒക്കെ കാലാവസ്ഥയെ കൃത്യമായി നിരീക്ഷിക്കാനും പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള വിവിധ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നുള്ള കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇന്ത്യൻ മീറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇന്ത്യയിലെ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും നിരീക്ഷിക്കുകയും അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് അത് പ്രവചിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പാണ്. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് എങ്ങനെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അന്തരീക്ഷ താപനില എങ്ങനെ നമ്മളുടെ ഈ വെതറിനെയും ക്ലൈമറ്റിനെയും ഒക്കെ ബാധിക്കുന്നതാണ്. നേരത്തെ നമ്മൾ 5 ഘടകങ്ങൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു 5 ഘടകങ്ങൾ? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രസിപ്പിറ്റേഷൻ അല്ലേ. ഈ 5 ഘടകങ്ങൾ ആദ്യത്തെ ഘടകം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ആദ്യത്തെ ഫാക്ടർ നമ്മൾ എടുക്കുകയാണ്. ആദ്യത്തെ ഫാക്ടർ എന്താണ്? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അന്തരീക്ഷ താപനില. ഈ അന്തരീക്ഷ താപനില എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷ താപനില എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ചൂടിൻ്റെ ഒരളവിനാണ് നമ്മൾ പൊതുവേ നമ്മൾ താപനില എന്ന് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, എങ്ങനെയാണ് നമ്മളുടെ ഭൂമിയിലേക്ക് ചൂടെത്തുന്നത്? അത് സൂര്യനിൽ നിന്നാണ് അല്ലേ. സൂര്യനിൽ നിന്നാണ് നമ്മുടെ ഭൂമിയിലേക്ക് ചൂടെത്തുന്നത്. സൂര്യനിൽ എങ്ങനെയാണ് ചൂട് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഊർജം എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളത് ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ് സൂര്യനിൽ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആറ്റങ്ങൾ കൂട്ടിയിടിച്ച് സംയോജിച്ച് ഒരു വലിയ ഒരു അണുവായി, ഒരു ആറ്റമായി മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ പൊതുവിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് നമ്മൾ പറയാറുള്ളത് അല്ലേ. അപ്പം ഇങ്ങനെ ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിക്കുമ്പോൾ വലിയ നിലയിലുള്ള ഒരു ഊർജം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. വലിയ തോതിൽ ഊർജം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വലിയ തോതിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഊർജം എന്ത് ചെയ്യുന്നു? ഷോർട്ട് വേവ്സ് ആയിട്ട് എമിറ്റ് ചെയ്യുന്നു. ഹ്രസ്വ തരംഗങ്ങളായി പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു സൂര്യൻ. അങ്ങനെ ഹ്രസ്വ തരംഗങ്ങളായി ഷോർട്ട് വേവ്സ് ആയിട്ട് എമിറ്റ് ചെയ്യാൻ കാരണം എന്താണ്? വളരെ ചൂട് കൂടിയ
വസ്തുക്കളാണ് ഷോർട്ട് വേവ്സ് എമിറ്റ് ചെയ്യുക. ചൂട് കുറഞ്ഞ വസ്തുക്കളോ അത് ലോങ് വേവ്സ് ആണ് എമിറ്റ് ചെയ്യുക. ഈ ഷോർട്ട് വേവ്സ് എമിറ്റ് ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ഫ്രീക്വൻസി കൂടുതലായതുകൊണ്ട് അത് നേരെ നേരെ നമ്മളുടെ ഭൂമിയിലേക്കും മറ്റിടങ്ങളിലേക്കൊക്കെ നേരെ വന്ന് പതിക്കും. അപ്പം ഇങ്ങനെ ഷോർട്ട് വേവ്സ് ആയിട്ട് എമിറ്റ് ചെയ്യപ്പെടുന്ന ഊർജം അതിൻ്റെ ഒരു ഭാഗം, വളരെ ചെറിയ ഒരു ഭാഗം വളരെ ചെറിയൊരു ഭാഗം നമ്മുടെ ഗ്രഹമായിട്ടുള്ള ഭൂമിയിലേക്കും വന്നു ചേരുന്നു. ഓക്കെ, സൂര്യൻ അകത്ത് ന്യൂക്ലിയർ ഫ്യൂഷൻ മുഖേന ഉണ്ടാകുന്ന ഈ ഊർജം, ആ ഊർജത്തിൻ്റെ വളരെ ചെറിയൊരു പങ്ക് ഷോർട്ട് വേവ്സ് ആയിട്ട് പുറത്തുവിടുന്ന ഊർജത്തിൻ്റെ ചെറിയൊരു പങ്ക് എങ്ങോട്ട് വരുന്നു? നമ്മുടെ ഭൂമിയിലേക്കും എത്തിച്ചേരുന്നു എന്നുള്ളതാണ് അല്ലേ. എർത്ത് സർഫസിൻ്റെ മുകളിലേക്ക് ഈ എനർജി റീച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇൻസൊലേഷൻ എന്ന് വിളിക്കുന്നത് ഇങ്ങനെ ഭൂമിയിലെത്തുന്ന ഈ സൗരോർജത്തെ അല്ലെങ്കിൽ എനർജിയെ എനർജിയുടെ അളവിനെയാണ് നമ്മൾ വിളിക്കുന്നത്? നമ്മൾ ഇൻസൊലേഷൻ എന്ന് വിളിക്കുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചു എന്താണ് ഇൻസൊലേഷൻ. സൂര്യൻ്റെ പുറത്തുവിടുന്ന എനർജി ഉണ്ടല്ലോ, സൂര്യൻ പുറത്തുവിടുന്ന എനർജി, ആ എനർജിയിൽ ഭൂമിയിൽ എത്തുന്ന ഭൗമോപരിതലത്തിലെത്തുന്ന എർത്ത് സർഫസിലെത്തുന്ന എനർജിയുടെ അളവിനെയാണ്, എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസൊലേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇൻസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ പുറത്തുവിടുന്ന ഊർജമുണ്ടല്ലോ, അതിൽ ഭൂമിയിലേക്ക് എത്തുന്ന വളരെ ചെറിയൊരു ഭാഗം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ചെറിയ ഭാഗത്തിനെയാണ്, അല്ലെങ്കിൽ ഭൗമോപരിതലത്തിലേക്ക് എത്തുന്ന സൂര്യൻ പുറത്തുവിടുന്ന ആ ഊർജത്തിന്റെ അളവിനെയാണ്, എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ഇൻസൊലേഷൻ എന്ന് വിളിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം അതാണ് ഇൻസൊലേഷൻ. ഓക്കെ, ഇനി എന്താണ്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞു അല്ലേ. എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് ദി റിയാക്ഷൻ ഇൻ വിച്ച് 2 or more atomic nuclei collide and merge together to form a larger atom. അല്ലേ, 2 or അതിലധികമോ ആറ്റോമിക് ന്യൂക്ലിയൈസ് അല്ലേ, 2 or അതിലധികമോ അണുകേന്ദ്രങ്ങൾ കൂട്ടിയിടിയിലൂടെ സംയോജിച്ച് ഒരു വലിയ ആറ്റമായിട്ട് മാറുന്നതിനെയാണ് അങ്ങനെ മാറുന്ന ഒരു പ്രതിപ്രവർത്തനത്തെയാണ് നമ്മൾ അണുസംയോജനം അല്ലെങ്കിൽ നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് നമുക്ക് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാം. ഇതിൻ്റെ ഭാഗമായിട്ടൊരു ഡ്യൂട്ടീരിയവും ട്രിഷ്യവും ചേർന്നുകൊണ്ട് ഒരു ഹീലിയം എന്നുള്ളൊരു വലിയ മാറ്റം ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഊർജ്ജമാണ് ഇവർ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഒരുപാട് ഊർജ്ജം പുറത്തേക്ക് സൂര്യൻ വിടുന്നുണ്ടേ. അപ്പോൾ ഇവിടെ നമ്മളുടെ ഭൂമി ഉള്ളതെന്ന് വിചാരിക്കുക, ഇത് നമ്മളുടെ ഭൂമി, എർത്ത് എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെ ഇവിടുന്ന് പുറത്ത് വിടുന്ന ഈ ഊർജ്ജത്തിൽ ഒരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ എവിടേക്ക് എത്തുന്നുണ്ട്? ഭൂമിയിലേക്കും എത്തുന്നുണ്ട്. ഒരു ഭാഗമേ എത്തുന്നുള്ളേ, ബാക്കിയൊക്കെ വേറെ ഭാഗത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ഈ എത്തുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസൊലേഷൻ അല്ലേ. ഇൻസൊലേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഭൂമിയിലേക്ക് എന്ത് ചെയ്യുന്നു? ഊർജം എത്തുന്നു. ഈ ഊർജം എന്ന് പറഞ്ഞാൽ വളരെ ചൂടുള്ള അല്ലെ, നല്ല ചൂടാണ്. ഈ ചൂടെത്തുന്നു അല്ലെ, ഈ ഒരു സൂര്യന്റെ ഈ സൗരോർജം എത്തുന്നു. ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഭൗമോപരിതലം എന്ത് ചെയ്യുന്നു? നന്നായി ചൂട് പിടിക്കുന്നു. ഭൗമോപരിതലം ചൂട് പിടിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഭൗമോപരിതലം ചൂട് പിടിച്ചത് കൊണ്ട് മാത്രം നമ്മളുടെ അന്തരീക്ഷം ചൂട് പിടിക്കുന്നില്ല. ഓക്കെ, ഭൗമോപരിതലം ചൂട് പിടിച്ചത് കൊണ്ട് മാത്രം നമ്മളുടെ അന്തരീക്ഷം ചൂട് പിടിക്കുന്നില്ല. അന്തരീക്ഷം ചൂട് പിടിക്കാൻ വേറെ കുറച്ച് കാര്യങ്ങൾ നടക്കണം. അതായത് നമ്മളുടെ സൂര്യൻ കുറച്ച് എനർജി പുറത്തു വിടുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ പുറത്തു വിടുന്ന എനർജിയിൽ ഇൻസൊലേഷൻ നമ്മളുടെ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ഇത് എന്ത് ചെയ്യുന്നില്ല, ഇത് വളരെ ഈ ഫ്രീക്വൻസി കൂടിയ ഷോർട്ട് വേവ്സ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഇത് അന്തരീക്ഷത്തിൽ എവിടെയും തങ്ങി നിൽക്കുന്നില്ല, അന്തരീക്ഷത്തിൽ എവിടെയും ചൂട് പിടിക്കുന്നുമില്ല. ഇത് നേരെ വരിക എങ്ങോട്ടാണ്? നേരെ വന്ന് പതിക്കുക
നമ്മളുടെ ഭൗമോപരിതലത്തിലാണ്. കുറച്ച് ഭാഗം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടുന്ന് ഇവിടെ നിന്നൊക്കെ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചൊക്കെ പോകുന്നുള്ളൂ അല്ലേ. കുറച്ച് ഭാഗം മാത്രമേ അവിടെയൊക്കെ ആഗിരണം ചെയ്യപ്പെടുന്നുള്ളൂ. പക്ഷെ പകുതിയിലേറെയും എന്ത് ചെയ്യുന്നു, ഇൻസുലേഷൻ വഴി ഭൂമിയിലെത്തുന്നതിൻ്റെ പകുതിയിലേറെയും ഭൗമോപരിതലത്തിലേക്കാണ് നേരിട്ട് എത്തിച്ചേരുന്നത്. അങ്ങനെ ഭൗമോപരിതലത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഇത് പിന്നെ എന്ത് ചെയ്യണം, അന്തരീക്ഷം ചൂടാവണം അല്ലേ. അന്തരീക്ഷ താപനിലയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ സൂര്യന്റെ ഊർജം ഭൂമിയിൽ എത്തിയാൽ എങ്ങനെയാണ് അന്തരീക്ഷ താപനിലയായി മാറുന്നത്, അല്ലെങ്കിൽ അന്തരീക്ഷം എങ്ങനെയാണ് ചൂട് പിടിക്കുന്നത്? അങ്ങനെ ചൂട് പിടിക്കാനുള്ള കാരണങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സസ് എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്താണ് അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകൾ? ഹീറ്റ് ട്രാൻസ്ഫറിങ് പ്രോസസ്സസ്. ഓക്കെ, അപ്പൊ 4 തരത്തിലുള്ള അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണത്? ഒന്നാമത്തത് കണ്ടക്ഷൻ ആണ്. കണ്ടക്ഷൻ അല്ലെങ്കിൽ താപചാലനം എന്ന് നമ്മൾ പറയും. കണ്ടക്ഷൻ അല്ലെങ്കിൽ താപചാലനം, അതായത് നമ്മളുടെ ഭൂമിയുടെ ഉപരിതലം നന്നായി ചൂടാവുമല്ലോ അല്ലെ. ഈ സൂര്യന്റെ ഈ ഊർജം വന്ന് പതിക്കുമ്പോൾ നമ്മളുടെ ഭൗമ ഉപരിതലം അല്ലെ, എർത്തിന്റെ സർഫസ് അല്ലെ, ഭൗമോപരിതലം നന്നായി ചൂടാവും. ഇങ്ങനെ ചൂടായ എർത്ത് സർഫസിന് തൊട്ട് മുകളിലുള്ള അന്തരീക്ഷം എന്താവും, അതും ഒന്ന് ചൂടാവും. അങ്ങനെ ചൂടാവുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ താപചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് കണ്ടക്ഷൻ ഈസ് heat is transferred to the lower part of the atmosphere which is directly in contact with the surface of the earth. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. എങ്ങോട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? നമ്മളുടെ അറ്റ്മോസ്ഫിയറുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റിലുള്ള നമ്മുടെ എർത്ത് സർഫസുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റിലുള്ള അറ്റ്മോസ്ഫിയറിലേക്ക്, അന്തരീക്ഷ ഭാഗത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു താപചാലനം അവിടെ സംഭവിക്കുന്നു, ഒരു കണ്ടക്ഷൻ സംഭവിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അന്തരീക്ഷം ചൂടുപിടിക്കുന്നു. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് അന്തരീക്ഷം ചൂടുപിടിക്കുന്നു. അപ്പൊ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, താപചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭൗമ ഉപരിതലം ചൂടാവുമ്പോൾ അതിന് തൊട്ട് മുകളിലുള്ള, തൊട്ട് കിടക്കുന്ന അന്തരീക്ഷം ചൂടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ താപചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? ഒന്നാമത്തത് കണ്ടക്ഷൻ ആണെങ്കിൽ രണ്ടാമത്തത് കൺവെക്ഷൻ ആണ്, അല്ലെങ്കിൽ സംവഹനം എന്ന് പറയുന്നതാണ്. അതായത് അതെന്താണ്? ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷ വായു ചൂട് പിടിച്ച് വികസിച്ച് മുകളിലോട്ട് ഉയരുന്നതിലൂടെ എന്ത് ചെയ്യുക? താപം വ്യാപിക്കുക. എന്തെങ്കിലും മനസ്സിലായോ? വളരെ സിമ്പിളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഭൂമിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ അന്തരീക്ഷ വായു ഉണ്ടല്ലോ, അത് താപചാലനത്തിലൂടെ, അതായത് കണ്ടക്ഷനിലൂടെ അത് ചൂടായല്ലോ. ഈ ഇങ്ങനെ ചൂട് പിടിച്ച് ഇത് വികസിച്ച്, ഈ വായു വികസിച്ച് അത് മുകളിലേക്ക് ഉയരും. അത് അവിടെ നിൽക്കൂല, അതെന്ത് ചെയ്യും? അത് മുകളിലേക്ക് ഇങ്ങനെ ഉയരും. അങ്ങനെ മുകളിലേക്ക് ഉയരുമ്പോൾ എവിടെയും കൂടി ചൂടാവും, മുകൾ ഭാഗവും ചൂടാവും. നേരത്തെ ചൂടായത് എവിടെയാണ്? തൊട്ടടുത്ത് എർത്ത് സർഫസിനോട് തൊട്ടടുത്ത് കിടക്കുന്ന അന്തരീക്ഷ ഭാഗം മാത്രമേ നേരത്തെ ചൂടായിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ എന്താണ്? ഇപ്പൊ ഇത് ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന എവിടെ ചൂടാവും? മുകളിലും ചൂടാവും. ഈ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം എന്ന് വിളിക്കുന്നത്. സംവഹനം എന്ന് വിളിക്കുന്നത് ഈ ഒരു പ്രോസസ്സിനെയാണ്. രണ്ടും ക്ലിയർ ആയത് വിചാരിക്കുന്നു. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭൂമി, ഇപ്പം ഇത് ഭൂമിയാണെങ്കിൽ, എർത്ത് സർഫസ് ആണെങ്കിൽ, ഈ എർത്ത് സർഫസ് ആണെങ്കിൽ ഈ എർത്ത് സർഫസിന് തൊട്ട് മുകളിലുള്ള ഈ ഒരു ഭാഗത്ത് അല്ലെ, ഈ ഒരു ഭാഗത്തെ ഒരു പക്ഷെ എന്ത് ചെയ്യുന്നു? വായു കൂടി, അന്തരീക്ഷ വായു കൂടി ചൂടാവുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ കണ്ടക്ഷൻ അല്ലെങ്കിൽ താപചാലനം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ചൂടാവുന്ന ഈ വായു ഉണ്ടല്ലോ, ഈ വായു ഇതിങ്ങനെ മുകളിലേക്ക് കൂടി ഇങ്ങനെ ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഇങ്ങനെ ഉയരുന്നതിനെയാണ് അല്ലെ, മുകളിലേക്ക് ഉയരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ കൺവെക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ ക്ലിയർ? നമ്മൾ കൺവെക്ഷൻ എന്ന് വിളിക്കുന്നത് മുകളിലേക്ക് ഉയർന്നതിനെയാണ്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ കണ്ടക്ഷനും നമ്മൾ പഠിച്ചു,
കൺവെക്ഷനും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് 2 കാര്യം കൂടി ഇതിന്റെ ഭാഗമായി പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് അഡ്വെക്ഷൻ. ഒന്നാമത്താണ് അഡ്വെക്ഷൻ അല്ലെങ്കിൽ അഭിവഹനം എന്ന് വിളിക്കും. അഡ്വെക്ഷൻ അല്ലെങ്കിൽ അഭിവഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ ഹൊറിസോണ്ടലായിട്ട് താപം വ്യാപിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്? ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടക്ഷനിലൂടെ ഈ എർത്ത് സർഫസിന് തൊട്ട് മുകളിലുള്ള അന്തരീക്ഷ വായു ചൂടാവുന്നു നമ്മൾ പറഞ്ഞു. അത് മുകളിലേക്ക് ഉയർന്ന് മുകൾ ഭാഗവും ചൂട് പിടിക്കുന്നു, അത് കൺവെക്ഷനിലൂടെ എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ അഭിവഹനത്തിൽ എന്താണ്? അഭിവഹനത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ അഡ്വെക്ഷനിൽ നടക്കുന്നത് എന്താണ്? ഇങ്ങനെ ചൂട് പിടിക്കുന്ന ഈ പറയുന്ന ഇവിടെ എത്തിയ ഈ വായു ഉണ്ടല്ലോ, ഈ വായു ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് എന്ത് ചെയ്യുന്നു? ഹൊറിസോണ്ടലായിട്ട് സഞ്ചരിക്കുന്നു. ഹൊറിസോണ്ടലായി സഞ്ചരിക്കുമ്പോൾ അതെങ്ങനെയാണ്? കാറ്റിലൂടെ, അല്ലെ? ത്രൂ വിൻഡ്സ്, കാറ്റിലൂടെയാണ് പോകുന്നത്. ഓക്കെ, കാറ്റിലൂടെയാണ് സഞ്ചരിക്കുക. ഇങ്ങനെ കാറ്റിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ മാത്രമാണോ ചൂടേൽക്കുക? അല്ല, ഇവിടെ മാത്രമാണ് ചൂടുണ്ടാവുക? മുകളിൽ മാത്രമാണോ ചൂടുണ്ടാവുക? അല്ല, അല്ലെ? ഇപ്പുറത്തേക്ക് കൂടി ബാധിക്കും, അല്ലെ? ആ സൈഡിലേക്ക് കൂടി ബാധിക്കും. അല്ലെങ്കിൽ ഇങ്ങോട്ടാണ് കാറ്റ് വീശുന്നതെങ്കിൽ ഈ പ്രദേശത്ത് കൂടി ബാധിക്കും. അതായത് ഹൊറിസോണ്ടലി ഈ താപം വ്യാപിക്കും, അല്ലെ? നേരത്തെ വെർട്ടിക്കലായിട്ട് വ്യാപിച്ചു, ഇപ്പോൾ ഹൊറിസോണ്ടലി വ്യാപിക്കുകയാണ്. നേരത്തെ വെർട്ടിക്കലായിട്ടാണ് വ്യാപിച്ചതെങ്കിൽ ഇപ്പോൾ ഹൊറിസോണ്ടലി വ്യാപിക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയും അഭിവഹനത്തിലൂടെ, അഡ്വെക്ഷനിലൂടെ മൂന്നാമത്തെ നമ്മളുടെ താപവ്യാപന പ്രക്രിയയാണ്. ആ മൂന്നാമത്തെ താപവ്യാപന പ്രക്രിയയിലൂടെ, ഹീറ്റ് ട്രാൻസ്ഫറിങ് പ്രോസസ്സിലൂടെ നമ്മളുടെ ചൂട് എങ്ങോട്ടൊക്കെ മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. ഇനി നാലാമത്തെയും ഏറ്റവും അവസാനത്തെയും താപവ്യാപന പ്രക്രിയയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടുള്ളൊരു പേരായിരിക്കും റേഡിയേഷൻ, അല്ലേ? റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ പറഞ്ഞ സൂര്യന്റെ ഊർജ്ജം നേരെ എർത്ത് സർഫസിലേക്ക് പകുതിയിലേറെ എത്തുന്നുണ്ടെന്ന് പറഞ്ഞു, അല്ലേ? ഇങ്ങനെ എർത്ത് സർഫസിൽ എത്തുന്ന ഈ പറയുന്ന ഊർജ്ജം ഉണ്ടല്ലോ, അത് ഭൂമി കുറെ ആഗിരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ ഭൂമി ഭൗമോപരിതലം ചൂടായി പിന്നെന്ത് ചെയ്യുന്നത്? അത് തൊട്ടടുത്ത് കിടക്കുന്ന അന്തരീക്ഷ വായുവിലേക്ക് കൊടുത്ത് അങ്ങനെ പോകുന്നത്. പിന്നെ കണ്ടക്ഷനും കൺവെക്ഷനും അഡ്വെക്ഷനും ഒക്കെ നടക്കുന്നത്. അത് മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് എന്താണ്? ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ എർത്ത് സർഫസിൽ നേരത്തെ അബ്സോർബ് ചെയ്യപ്പെട്ട, ആഗിരണം ചെയ്യപ്പെട്ട ഈ എനർജി ഉണ്ടല്ലോ, ഈ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുന്നുണ്ട് ത്രൂ റേഡിയേഷൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുന്നുണ്ട്. അത് ലോങ് വേവ്സ് ആയിരിക്കും കേട്ടോ, ലോങ് വേവ്സ് ആയിരിക്കും. എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് വേവ്സ് അല്ല. ഇതെന്താണ്? സൂര്യൻ അത് എനർജി റിലീസ് ചെയ്യുന്നത് ഷോർട്ട് വേവ്സ് ആയിട്ടാണെങ്കിൽ നമ്മളുടെ ഭൂമി റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലോങ് വേവ്സ് ആയിട്ടാണ്, ദീർഘതരംഗങ്ങളായിട്ടാണ്. അതിന് കാരണം എന്തായിരിക്കും? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. കാരണം എന്താണ്? ചൂട് കുറഞ്ഞ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? ദീർഘതരംഗങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? എനർജി എമിറ്റ് ചെയ്യുക. അതുകൊണ്ട് ഭൂമി സൂര്യന് അത്ര ചൂടൊന്നും ഇല്ലാത്ത വസ്തുവാണ്, അല്ലെ? അത്ര ഒന്നും ചൂട് ഭൂമി ഈ പറഞ്ഞ പോലെ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ലോങ് വേവ്സ് ആയിട്ടാണ്, അല്ലെ? ലോങ് വേവ്സ് ആയിട്ടാണ് ഭൂമിയിൽ നിന്നും എനർജി എന്ത് ചെയ്യുന്നത്? ഈ എമിറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ലോങ് വേവ്സ് ആയിട്ടാണ് ഭൂമിയിൽ നിന്ന് എനർജി എമിറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ 4 താപവ്യാപന പ്രക്രിയകൾ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫറിങ് പ്രോസസ് നമ്മൾ പഠിച്ചു. ഒന്നാമത്തേതാണ് കണ്ടക്ഷൻ അല്ലെങ്കിൽ താപചാലനം. രണ്ടാമത്തേതാണ് കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് അഡ്വെക്ഷൻ അല്ലെങ്കിൽ അഭിവഹനം എന്ന് പറയുന്നത്. നാലാമത്തെയാണ് റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം എന്ന് പറയുന്നത്. അപ്പം ഈ 4 കൺസെപ്റ്റുകളും എല്ലാവർക്കും ക്ലിയർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് വേവ്സ് എന്താണ്, ലോങ് വേവ്സ് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്കൊന്നത് പറയാം. അത് ഹോട്ടർ ഒബ്ജക്ട്സ് റേഡിയേറ്റ് എനർജി ആസ് ഷോർട്ട് വേവ്സ്. ഓക്കെ, ഹോട്ടർ ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യുന്നു? ഷോർട്ട് വേവ്സ് ആയിട്ട് എനർജി എമിറ്റ് ചെയ്യുന്നു. ആൻഡ് എന്താണ്? ഇതിന് ഹൈ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ആൻഡ് ദേ പാസ് ത്രൂ ദി അറ്റ്മോസ്ഫിയർ വിത്തൗട്ട് മച്ച് ഒബ്സ്ട്രക്ഷൻ. അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലൂടെ വലിയ ഒബ്സ്ട്രക്ഷനും ഇല്ലാണ്ട്, വലിയ തടസ്സമൊന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യുന്നു? നേരിട്ട്
എന്ത് ചെയ്യുന്നു, എത്താൻ വേണ്ടിയിട്ട് ഷോർട്ട് വേവ്സിന് കഴിയുന്നു. അതിന് ഹൈ ഫ്രീക്വൻസി ഉള്ളത് കൊണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. നേരെ മറിച്ച് എന്താണ് ദീർഘതരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘതരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് വിത്ത് ലെസ് ഹീറ്റ് എമിറ്റ് എനർജി ആസ് ലോങ് വേവ്സ്. ലോങ് വേവ്സിനുള്ളത് എന്താണ്? ലോ ഫ്രീക്വൻസി ആണ് ആൻഡ് അബ്സോർബ്ഡ് ഓർ റിഫ്ലക്റ്റഡ് ബൈ അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസ്. എന്താണ്? താരതമ്യേന ചൂട് കുറഞ്ഞ വസ്തുക്കളാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നിലയിൽ എമിറ്റ് ചെയ്യുന്നത് ലോങ് വേവ്സ് എമിറ്റ് ചെയ്യുന്നത്. ലോ ഫ്രീക്വൻസിയാണ്, ആവൃത്തി കുറവാണ്. അതുപോലെ തന്നെ എന്താണ്, ഇത് അത്ര തടസ്സമില്ലാണ്ട് അങ്ങോട്ട് പോവാൻ, തിരിച്ചു പോവാൻ ആർക്ക് പറ്റൂല? ഈ പറഞ്ഞ പോലെ ലോങ് വേവ്സിന് പറ്റൂല. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും എന്ത് ചെയ്യുന്നു, പലയിടത്തും വെച്ച് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു, പല അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസും അതിനെ അബ്സോർബ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത് അത്ര സ്മൂത്തായിട്ട് ഒബ്സ്ട്രക്ഷൻസ് ഒന്നുമില്ലാതെ അങ്ങോട്ട് അറ്റ്മോസ്ഫിയറിലൂടെ നീങ്ങാൻ, മുന്നോട്ട് പോകാൻ ആർക്ക് പറ്റൂല? ലോങ് വേവ്സിന് പറ്റൂല. പക്ഷേ ആരെ കൊണ്ട് പറ്റും? ഷോർട്ട് വേവ്സിനെ കൊണ്ട് പറ്റും. ഓക്കെ, ഷോർട്ട് വേവ്സിനെ കൊണ്ടത് പറ്റുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു കൺസെപ്റ്റ് പഠിക്കാനുള്ളത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നൊരു ടോപ്പിക്കാണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് നമ്മൾ ഈ ഒരു കാലത്ത് വളരെയധികം കേട്ട ഒരു പദമായിരിക്കും ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ ആഗോളതാപനം എന്നൊക്കെ പറയുന്ന ഒരു സാധനം നമ്മൾ ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? ഈ ആഗോളതാപനം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണ്? നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്, അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പോലത്തെ ഒരുപാട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന ഈ പറയുന്നുള്ള എനർജി ഉണ്ടല്ലോ, ഈ പറയുന്ന എനർജി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസ് ലോങ് വേവ്സ് ആയിട്ടാണ് പോകുന്നത്. അപ്പം അതിന് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുമോ? ഇല്ല, അല്ലേ? അത് പല നിലയിലുള്ള അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസ് അതിനെ അബ്സോർബ് ചെയ്യും, ചിലത് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളാണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ് പോലത്തെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോലത്തെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇതിനെ വല്ലാണ്ട് അബ്സോർബ് ചെയ്യും. ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അന്തരീക്ഷം ഭയങ്കരമായിട്ട് ചൂടാവും, അല്ലേ? ഭയങ്കരമായിട്ട് ചൂടാവും. ഇങ്ങനെ അന്തരീക്ഷം വളരെയധികം ചൂടാവുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ആഗോളതാപനം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇതിന് മറ്റൊരു ടോപ്പിക്കാണ് ഹീറ്റ് ബഡ്ജറ്റ്. ഈ ആഗോളതാപനം നമുക്ക് മനസ്സിലായല്ലോ, അല്ലേ? നമ്മളെല്ലായ്പ്പോഴും കേൾക്കുന്ന ഒരു പദമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ അന്തരീക്ഷം ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റ് ആവുക എങ്ങനെയാണ്? ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അല്ലേ? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇതിനെ ഭയങ്കരമായി, കാർബൺ ഡൈ ഓക്സൈഡ് പോലത്തെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈ എനർജിയെ വല്ലാണ്ട് അബ്സോർബ് ചെയ്ത് നമ്മൾ അന്തരീക്ഷം ചൂടാവുന്നതിനെയാണ് നമ്മൾ ഓവർ ഹീറ്റ് ആവുന്നതിനെയാണ് നമ്മൾ പൊതുവിൽ നമ്മൾ അതിനെ ആഗോളതാപനം എന്നൊക്കെ വിളിക്കുന്നത്. മറ്റൊരു ടോപ്പിക്കാണ് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഭൂമിയുടെ ഊർജം എന്താണ്? ഈ പറഞ്ഞ പോലെ ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് ഊർജം എത്തുന്നുമുണ്ട്, അതെന്ത് ചെയ്യുന്നുണ്ട്? അത് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബാലൻസിങ് നടക്കുന്നുണ്ട് ഇവിടെ, അല്ലേ? ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്നുള്ള ഊർജം എത്തുന്നു, അത് തിരിച്ച് പുറത്തേക്ക് പോകുന്നു. അപ്പം ഇതിനൊരു ബാലൻസിങ് ഉണ്ട്. ഈ ഒരു ബാലൻസിങ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ ക്ലൈമറ്റും നമ്മളുടെ വെതറൊക്കെ ഭയങ്കര കുഴപ്പത്തിലാവും. അതുകൊണ്ട് ഈ ഒരു ബാലൻസിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ബാലൻസിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ബാലൻസിങ്ങിൻ്റെ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പൊതുവിൽ നമ്മൾ ഹീറ്റ് ബഡ്ജറ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഹീറ്റ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഭൂമിയുടെ താപ ബഡ്ജറ്റ്. ഭൂമിയുടെ താപ ബഡ്ജറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണ്. ഇവിടെ ഇതാ സൂര്യൻ നിൽക്കുന്നുണ്ട്, നമ്മളുടെ സൂര്യൻ ചേട്ടൻ നിൽക്കുന്നുണ്ട്. ഈ സൂര്യനിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇൻസുലേഷൻ മാത്രം ഭൂമിയിലേക്കാണ് വരുന്നത്. അത് നമ്മൾ എന്ത് പറയുന്നു? ഇൻസുലേഷൻ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ സൗരവികിരണങ്ങൾ ഭൂമിയിലേക്ക് എത്തുന്നു, അല്ലേ? ഇൻസുലേഷൻ ഭൂമിയിലേക്ക് എത്തുന്നു. ഇങ്ങനെ എത്തുമ്പോൾ ഇതിൽ എന്ത് ചെയ്യുന്നു? ഒരു 35% കണ്ടോ, 35% എന്ത് ചെയ്യുന്നു?
അന്തരീക്ഷം അങ്ങോട്ട് തന്നെ തിരിച്ചയക്കും അല്ലേ. അന്തരീക്ഷം റിഫ്ലക്റ്റ് ചെയ്യുന്നു. അന്തരീക്ഷം എന്ത് ചെയ്യുന്നു? 35%. നമ്മളൊരു 100% എടുത്ത് അല്ലേ, ആകെ നമുക്കൊരു 100% ഉണ്ട് നമ്മൾ വിചാരിക്കുക. ഒരു 100%ആണ് ആകെ ഇൻസുലേഷൻ, അതായത് സൗരവികിരണം, ഭൂമിയിലേക്ക് എത്തുന്ന സൗരവികിരണത്തിന്റെ അളവിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇൻസുലേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇൻസുലേഷൻ നമ്മളൊരു 100% എന്ന് നമ്മൾ എടുക്കുക. അങ്ങനെ എടുത്താൽ എന്ത് ചെയ്യുന്നു? 35% എന്ത് ചെയ്യുന്നു? ഇത് തിരിച്ച് അങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഓക്കെ, തിരിച്ച് അങ്ങോട്ട് തന്നെ പറഞ്ഞയക്കുന്നു. ആര്? ഈ അന്തരീക്ഷത്തിന്റെ പല ഭാഗത്തല്ലേ, ക്ലൗഡ്സിലും അങ്ങനെയൊക്കെ തട്ടി അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് എന്ത് ചെയ്യുന്നു? തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു. പിന്നെന്ത് ചെയ്യുന്നു? ഒരു 14%, ഒരു 14% എന്ത് ചെയ്യുന്നു? നമ്മളെ മേഘങ്ങൾ അങ്ങോട്ട് എടുക്കുന്നു. നമ്മളെ മേഘങ്ങളും പൊടിപടലങ്ങളും എന്ത് ചെയ്യുന്നു? ഒരു 14% അങ്ങോട്ട് എടുക്കുന്നു. നമ്മളുടെ മേഘങ്ങളും പൊടിപടലങ്ങളും ചേർന്ന് എന്ത് ചെയ്യുന്നു? ഒരു 14% അങ്ങോട്ട് ആഗിരണം. ഞങ്ങൾക്ക് വേണം ഒരു 14% എന്ന് പറഞ്ഞ് മേഘങ്ങളും പൊടിപടലം എടുക്കുന്നു. ഞങ്ങൾക്ക് വേണ്ട 30% എന്ന് പറഞ്ഞ് നമ്മൾ അന്തരീക്ഷം എന്ത് ചെയ്യുന്നു? 35% എന്ത് ചെയ്യുന്നു? തിരിച്ച് അങ്ങോട്ട് അയക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇനി ബാക്കി 51% ബാക്കിയുണ്ട്. ഈ 51% എന്ത് ചെയ്യുന്നു? അത് നേരെ നമ്മളുടെ ഭൂമി അല്ലെങ്കിൽ ഭൗമോപരിതലം ആഗിരണം, അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ ഭൂമി പറയാണ് ബാക്കിയുള്ള 51% പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞ് ഭൂമി ആ 51% ഭൂമി അങ്ങ് എടുക്കുന്നു. അങ്ങനെ ആകത 51% എന്ത് ചെയ്യുന്നു? നമ്മളുടെ എർത്ത് സർഫസ് അല്ലെ, എർത്ത് സർഫസ് ആ 51% എർത്ത് സർഫസും അങ്ങനെ എടുക്കുന്നു. അങ്ങനെ ആകെ 100 ആവുന്നല്ലേ. ഇത് കൂട്ടിയ 100 ഇടില്ലേ? കൂട്ടിയ 100 കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഭൂമിയിലേക്ക് എത്തുന്ന ഇൻസൊലേഷൻ എന്ത് ചെയ്യുന്നത്? 35% റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു, 14% ക്ലൗഡും ഡസ്റ്റും കൂടി ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് എടുക്കുന്നു, 51% എർത്ത് സർഫസ് ബാക്കി എനിക്ക് പോരട്ടെ എന്ന് പറഞ്ഞ് ഭൂമിയും അതിനെ അങ്ങ് ഏറ്റെടുക്കുന്നു. ഇനി ഈ 51% എങ്ങനെ തിരിച്ചു പോകുന്നു നോക്കാം നമുക്കത്. ഇത് ഭൂമി തന്നെയല്ലോ നിൽക്കുന്നത്, തിരിച്ചു പോകണ്ടേ? എങ്ങനെ തിരിച്ചു പോകുന്നത്? ഇവിടെ ആ 51-ൽ 34% എന്ത് ചെയ്യുന്നു? ഇതെല്ലാം ഭൗമവികിരണം വഴി തിരിച്ചു പോകണമല്ലോ അല്ലെ. ഈ എത്തുന്ന 51% എന്ത് ചെയ്യണം? റേഡിയേഷൻ വഴി അല്ലെ, വികിരണം വഴി എന്ത് ചെയ്യണം? തിരിച്ചു പോകണം. അങ്ങനെ തിരിച്ചു പോകുന്നതിൽ ഒരു 34% എന്ത് ചെയ്യുന്നു? നമ്മളുടെ മേഘങ്ങളും പൊടിപടലങ്ങളും വീണ്ടും ആഗിരണം ചെയ്യുന്നു. ആരാണ്? 34. ഈ മേഘങ്ങളുടെയും പൊടിപടലങ്ങൾക്കും ഒന്നും കിട്ടിയിട്ട് മതിയായില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? ഒരു 34% എന്ത് ചെയ്യുന്നു? നമ്മളുടെ മേഘങ്ങളും പൊടിപടലങ്ങളും കൂടി അങ്ങോട്ട് ആഗിരണം ചെയ്യുന്നു. ഓക്കെ, നമ്മളുടെ മേഘങ്ങളും പൊടിപടലങ്ങളും കൂടി ഒരു 34% കൂടി ഞങ്ങൾക്ക് വേണം എന്ന്, ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയ 14 തികഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് 34 കൂടി വേണം എന്ന് പറഞ്ഞ് അവരങ്ങ് ഏറ്റെടുക്കുകയാണ് 34%. ഇനി ബാക്കി 17% എന്ത് ചെയ്യുന്നു? ബാക്കി 17% എന്ത് ചെയ്യുന്നു? നേരിട്ട് ശൂന്യാകാശത്തേക്ക് തിരിച്ചു പോകുന്നു. ഇത് ആർക്കും വേണ്ട കേട്ടോ. ആ 17% ആർക്കും വേണ്ട. നേരത്തെ ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്തില്ലേ, അതുപോലെ തന്നെ അത് എന്ത് ചെയ്യുന്നു? തിരിച്ച് നേരിട്ട് അങ്ങോട്ട് ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു? തിരിച്ചങ്ങ് ശൂന്യാകാശത്തേക്ക് അങ്ങ് പോകുന്നു. ഡയറക്റ്റ്ലി ഇവിടുന്ന് തിരിച്ച് നേരെ ശൂന്യാകാശത്തേക്ക് 17% പോകുന്നു. അങ്ങനെ 51% തിരിച്ചു പോകുന്നു. ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഭൂമിയുടെ ഹീറ്റ് ബഡ്ജറ്റ് അല്ലെങ്കിൽ താപ ബജറ്റ് എന്ന് നമ്മൾ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഭൂമിയുടെ ഈ ഒരു താപസന്തുലനത്തെ, ഭൂമിയിൽ ചൂടിനെ നിലനിർത്തുന്നതിൽ, ഒരു കൃത്യമായ ചൂടിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നതിൽ ആർക്ക് വലിയ പങ്കുണ്ട്? നമ്മളുടെ ഹീറ്റ് ബഡ്ജറ്റിന് വളരെ വലിയ പങ്കുണ്ട്. അപ്പം നമ്മളുടെയൊക്കെ ബഡ്ജറ്റ് പോലെ തന്നെ, നമ്മളുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലെ ബഡ്ജറ്റ് പോലെ തന്നെ ഈ ബഡ്ജറ്റ് തെറ്റിയാൽ എന്ത് ചെയ്യും? വലിയ കുഴപ്പത്തിലാവും അല്ലേ. ഈ ബഡ്ജറ്റ് തെറ്റിയാൽ വലിയ കുഴപ്പത്തിലാവും. ബഡ്ജറ്റ് ശരിയായി മുന്നോട്ട് പോയാൽ എന്താണ്? വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് നമ്മളുടെ കാലാവസ്ഥയും വെതറും ക്ലൈമറ്റും ഒക്കെ അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. ഓക്കെ, അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണ്, നമുക്ക് പകൽ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരേ അളവ് ഊർജ്ജമാണോ നമുക്ക് ലഭിക്കുന്നത്? ആണോ? നിങ്ങൾ ഉത്തരം പറഞ്ഞേ. അതായത് നമുക്ക് ഒരു ദിവസം നമുക്ക്
കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യനിൽ നിന്ന് നമുക്ക് എപ്പോഴും ഒരേ ഊർജ്ജമാണോ ലഭിക്കുന്നത്? ആണോ? അല്ല അല്ലേ. സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവിൽ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് രാവിലെ അത്ര ചൂടില്ലാത്തത്, ഉച്ചയ്ക്ക് ഭയങ്കര ചൂട്, വൈകുന്നേരം ആകുമ്പോൾ ചൂടൊന്ന് കുറഞ്ഞ്, രാത്രിയാകുമ്പോൾ ചൂട് നന്നായി കുറഞ്ഞ്, അർദ്ധരാത്രി ആകുമ്പോൾ അതിനേക്കാളും കുറഞ്ഞ് അല്ലേ. അങ്ങനെ സൂര്യനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഊർജത്തിൻ്റെ സൗരവികിരണത്തിൻ്റെ അളവിൽ ചേഞ്ചസ് ഉണ്ട് അല്ലേ. ചേഞ്ചസ് ഉണ്ട്, ഒരേപോലെയല്ല അല്ലേ. ഒരേപോലെയല്ല നമുക്ക് എല്ലാ സമയത്തും ചൂട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മളുടെ എർത്തിൻ്റെ റൊട്ടേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് അതിനകത്ത് ചേഞ്ചസ് വരുന്നുണ്ട് അല്ലേ. അതിനകത്ത് ചേഞ്ചസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത്? The Earth's surface heats up from sunrise and reaches maximum temperature around noon. അതായത് നമ്മളുടെ എർത്ത് സർഫസ്, നമ്മളുടെ ഭൗമോപരിതലത്തിലേക്കാണ് എന്ത് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ സൺ റൈസസ് വരുന്നത് അല്ലേ. അല്ലെങ്കിൽ ഈ സൗരവികിരണങ്ങൾ വരുന്നത് എങ്ങോട്ടേക്കാണ്? നമ്മൾ ആഗിരണം ചെയ്യുന്ന ആരാണ്? നമ്മളുടെ ഭൗമോപരിതലമാണ് അല്ലേ. നമ്മളുടെ ഭൗമോപരിതലമാണ്, എർത്ത് സർഫസ് ആണ്. അപ്പം ഈ എർത്ത് സർഫസിലേക്ക് ഏറ്റവും കൂടുതൽ ചൂട് വരുന്ന എപ്പോഴാണ്? ഏറ്റവും കൂടുതൽ ഈ സൗരവികിരണങ്ങൾ വരുന്നത് എപ്പോഴാണ്? സ്വാഭാവികമായിട്ടും അത് സൂര്യോദയം മുതൽ ഉച്ച വരെയുള്ള ഒരു സമയത്താണ് അല്ലേ. ഉച്ച വരെയുള്ള ന്യൂൺ വരെയുള്ള ഒരു ഉച്ച വരെയുള്ള സമയത്താണ് ഏറ്റവും അധികമായിട്ട് ഇങ്ങനെ ഊർജം വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സൗരവികിരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു കുറച്ചുകൂടി കഴിഞ്ഞിട്ടല്ലേ, നമുക്കിപ്പോൾ ഒരു ഉച്ചവരെയൊക്കെ ഈ സൗരവികിരണങ്ങൾ കൂടുതലായി വരുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് കുറച്ചുകൂടി 2 മണിയൊക്കെ ആകുമ്പോഴൊക്കെ നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടാം. അതിന് കാരണം എന്താണ്? നമ്മളുടെ സൂര്യൻ്റെ ചൂടേറ്റ് അല്ലെങ്കിൽ സൂര്യൻ്റെ സൗരവികിരണങ്ങൾ ആഗിരണം ചെയ്ത് ഈ പറഞ്ഞ പോലെ അന്തരീക്ഷം ചൂടാവാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ നടക്കണം? കണ്ടക്ഷനും കൺവെക്ഷനും അഡ്വെക്ഷനും റേഡിയേഷനും ഒക്കെ നടക്കണം അല്ലേ. ഇതൊക്കെ നടക്കാൻ എന്ത് വേണം? കുറച്ച് സമയം വേണം. ചടപടാ നടക്കില്ലല്ലോ, എല്ലാത്തിനും കുറച്ച് സമയമെടുക്കും. അപ്പം അങ്ങനെ ഒരു സമയമെടുക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അന്തരീക്ഷം ചൂടാകാൻ കുറച്ചുകൂടി ടൈം എടുക്കും. കുറച്ചുകൂടി ടൈം എടുക്കും. അതായത് ഭൗമോപരിതലം ചൂടാകുന്നതിനേക്കാൾ ഭൗമോപരിതലം ചൂടാകുന്നതിനേക്കാൾ കുറച്ചുകൂടി ടൈം എടുക്കും അന്തരീക്ഷം ചൂടാവാൻ എന്നുള്ളതാണ്. അപ്പൊ ഭൗമോപരിതലം ഇതിനെ ആഗിരണം ചെയ്യുന്നതിനേക്കാൾ, അബ്സോർബ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ടൈം എടുക്കും അന്തരീക്ഷം ചൂടാവാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 2 മണിക്ക് 2 മണിയാണ് 2 PM ഈസ് കൺസിഡേർഡ് ആസ് ദി ഹോട്ടസ്റ്റ് ടൈം ഓഫ് ദ ഡേ. 2 മണിയിലെ സമയമാണ്, അല്ലെങ്കിൽ ആ സമയത്തെ താപനിലയാണ്, ചൂടാണ് ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ചൂടേറിയ, ഏറ്റവും താപനില ഏറിയ ടൈമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എപ്പോഴാണ്? 2 മണിയാണ്. കാരണം ഇത് അന്തരീക്ഷം ചൂടാവാൻ കുറച്ചുകൂടി കുറച്ചുകൂടി ടൈം എടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, കുറച്ചുകൂടി ടൈം എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, ഇനി ഇൻ ദി ആഫ്റ്റർനൂൺ ടെമ്പറേച്ചർ ഡ്രോപ്സ് ഡ്യൂ ടു റെഡ്യൂസ്ഡ് ഇൻസൊലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. എന്താണ് ഇൻസൊലേഷൻ്റെ അളവ് കുറയുന്നു, അതുപോലെ തന്നെ റേഡിയേഷൻ ടെറസ്ട്രിയൽ റേഡിയേഷൻ, അതായത് ഭൗമവികിരണം നടക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ ഇൻസുലേഷൻ്റെ അളവും കുറയുന്നു, ടെറസ്ട്രിയൽ റേഡിയേഷൻ നടക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അന്തരീക്ഷം 2 മണിക്ക് ശേഷം കുറച്ച് കുറച്ച് തണുക്കാൻ തുടങ്ങുന്നു അല്ലേ. കുറച്ച് തണുക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ടെമ്പറേച്ചർ താപനില താപനില കുറയുന്നു. താപനില ആഫ്റ്റർ 2 PM താപനില കുറയുന്നു അല്ലേ. ആഫ്റ്റർ 2 PM താപനില കുറയുന്നു. ഇനി ദി കൂളസ്റ്റ് ടൈം ഓഫ് ദ ഡേ എപ്പോഴാണ്? നമ്മൾ നേരത്തെ ഹോട്ടസ്റ്റ് ടൈം ഓഫ് ദ ഡേ 2 മണി പറഞ്ഞു, ഉച്ചയ്ക്ക് 2 മണി പറഞ്ഞു. ഇനി കൂളസ്റ്റ് ടൈം ഓഫ് ദി ഡേ അപ്പോൾ എപ്പോഴായിരിക്കും? സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള സമയം അല്ലേ. സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള താപനിലയാണ് നമ്മൾ പറയുന്നത്? കൂളസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് ദ ഡേ. കൂളസ്റ്റ് ടൈം എന്ന് പറയുന്നത് സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള ടൈമിനെയാണ് നമ്മൾ പറയുന്നത്? ആ സമയമായിരിക്കും ഏറ്റവും തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്ന, ഏറ്റവും കുറഞ്ഞ താപനില നമുക്ക് അനുഭവപ്പെടുന്ന ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ഈ ഭൂമിയെ ഒരു ജീവഗ്രഹമായി നിലനിർത്തുന്നതിൽ ഈ
നില പ്രക്രിയയുടെ അല്ലെങ്കിൽ ഈ ഹീറ്റ് ബഡ്ജറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഈ ഭൂമിയുടെ ഒരു ബഡ്ജറ്റാണ് അല്ലേ, ഒരു ഹീറ്റ് ബഡ്ജറ്റാണ്. അപ്പോൾ ഈ ഹീറ്റ് ബഡ്ജറ്റ് തെറ്റിയാൽ നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും അല്ലേ, കുറേ പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? സ്വാഭാവികമായിട്ട് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അതായത് നമ്മളുടെ ചൂട് വളരെ കൂടും ഒന്നുകിൽ, അല്ലെങ്കിൽ വളരെ കുറയും അല്ലേ. വളരെ കൂടിയാൽ നമ്മളുടെ നിലനിൽപ്പിനെ അതെങ്ങനെ ബാധിക്കും? ഒരുപാട് ചൂടുള്ളൊരു ഭാഗത്ത് നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും അല്ലേ? നമ്മളൊക്കെ ഉരുകി തീർന്നു അല്ലേ, നമുക്ക് ഇപ്പം തന്നെയുള്ള ചൂടിന് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ഹീറ്റ് ബഡ്ജറ്റ് തെറ്റി ചൂട് വളരെയധികം ഉയർന്നാൽ മനുഷ്യന് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഓക്കെ അല്ലേ? അതുപോലെ തന്നെയാണ് ചൂട് വളരെ കുറഞ്ഞ് മൈനസിലേക്കൊക്കെ പോയി, അതിനേക്കാളും കുറഞ്ഞ് ഭയങ്കരമായി കുറഞ്ഞ് അങ്ങനെ പോയാലോ ഭൂമി തണുത്തുറഞ്ഞ ഒരു ഗ്രഹമായി പോവും. അപ്പം അവിടെയും മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയില്ല അല്ല, അവിടെയും മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഭൂമിയെ ഒരു ജീവഗ്രഹമായി അല്ലേ, ഒരു ജീവഗ്രഹമായി അല്ലെങ്കിൽ ഒരു ലൈഫ് സപ്പോർട്ടിംഗ് പ്ലാനറ്റായി നിലനിർത്തുന്നതിൽ ആർക്ക് വലിയ റോളുണ്ട്? നേരത്തെ പറഞ്ഞ ഹീറ്റ് ബഡ്ജറ്റിന് വളരെയധികം റോളുണ്ട്. ഹീറ്റ് വലിയ റോളുണ്ട്. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഹീറ്റ് ബഡ്ജറ്റ് തെറ്റിയാൽ ടെമ്പറേച്ചർ വളരെയധികം കൂടും അല്ലേ, അല്ലെങ്കിൽ വളരെയധികം കുറയാനും സാധ്യതയുണ്ട്. ഇങ്ങനെ എന്ത് സംഭവിച്ചാലും അത് ഭൂമിയിലെ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ സാരമായി ബാധിക്കുന്ന പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ടെമ്പറേച്ചർ അളക്കുക? നമ്മൾ ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. നമ്മൾ പൊതുവെ തെർമോമീറ്ററാണ് നമ്മൾ പൊതുവെ ചൂടിനെ അളക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു ദിവസത്തെ മാക്സിമം കാലാവസ്ഥയും അല്ലെ, മാക്സിമം ചൂടും താപനിലയും അതുപോലെ തന്നെ ഏറ്റവും മിനിമം താപനിലയും അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. ഈ മാക്സിമം മിനിമം തെർമോമീറ്ററിൽ ഒരു ദിവസത്തെ ഏറ്റവും ചൂട് കൂടിയ താപനിലയും അല്ലെ, ഏറ്റവും കൂടിയ താപനിലയും ഏറ്റവും കുറഞ്ഞ താപനിലയും റെക്കോർഡ് ചെയ്യും. ആര്? ഈ മാക്സിമം മിനിമം തെർമോമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ യൂണിറ്റ്സ് എന്തൊക്കെയാണ്? ഡിഗ്രി അല്ലേ, ഡിഗ്രി സെൽഷ്യസ് നമ്മൾ പറയാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ കെൽവിൻ എന്ന് നമ്മൾ പറയാറുണ്ട് കേട്ടോ. കെൽവിൻ എന്നും നമ്മൾ ചൂടിൻ്റെ അളവിൽ നമ്മൾ കെൽവിൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാറുണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ കെൽവിൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഇതിൻ്റെ യൂണിറ്റ്സ് അല്ല, അളവ് കോലുകൾ ഇതൊക്കെയാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആൻഡ് എന്താണ് ഈ ദിനാന്തര താപ വ്യത്യാസം അല്ലെങ്കിൽ ഡൈഏണൽ റേഞ്ച് എന്താണ്? അതായത് ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനിലയും ഏറ്റവും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈഏണൽ റേഞ്ച് അല്ലെങ്കിൽ ദിവസാന്തര താപ വ്യത്യാസം എന്ന് നമ്മൾ പറയുന്നത്. ഇനി എന്താണ് ഡെയിലി മീൻ? ഓരോ ദിവസത്തെയും ശരാശരി താപനിലയായിരിക്കും അല്ലേ, ഓരോ ദിവസത്തെയും ശരാശരി താപനിലയായിരിക്കും. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കണ്ടെത്തും? മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 2. നമ്മൾ നോർമലി ആവറേജ് കാണുന്ന പോലെ തന്നെ മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 2 അല്ലേ, ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഡെയിലി മീൻ ടെമ്പറേച്ചർ കാണുക അല്ലേ, ഡെയിലി മീൻ ടെമ്പറേച്ചർ കാണുക ഇങ്ങനെയാണ്. അതായത് ഓരോ ദിവസത്തെയും പരമാവധി ടെമ്പറേച്ചറും പരമാവധി താപനിലയും ഏറ്റവും കുറഞ്ഞ മിനിമലായ ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഡൈഏണൽ റേഞ്ച് അല്ലെങ്കിൽ ദിനാന്തര താപ വ്യത്യാസം എന്ന് വിളിക്കുന്നു. ഇനി ഓരോ ദിവസത്തെയും ഏറ്റവും കൂടിയ താപനിലയും ഏറ്റവും കുറഞ്ഞ താപനിലയും മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും കൂട്ടി ഡിവൈഡഡ് ബൈ 2 ഹരിച്ച് അതിൻ്റെ ആവറേജ് എടുത്താൽ നമ്മൾ അതിനെന്ത് വിളിക്കുന്നു? നമ്മളതിനെ ശരാശരി താപനില അല്ലേ, ശരാശരി താപനില എന്ന് നമ്മൾ, അല്ലെങ്കിൽ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് നമ്മൾ
വിളിക്കുന്നു. ഓക്കെ, ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നു. ഇതാ ഒരു പ്രോബ്ലം, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. വാട്ട് ഇസ് ദ പ്രോബ്ലം? കാൽക്കുലേറ്റ് ദ diurnal range of temperature and the daily mean temperature if the maximum and minimum temperatures of a place are 36 degrees Celsius and 28 degrees Celsius respectively. അതായത് ഒരു പ്രദേശത്ത് ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്? 36 ഡിഗ്രി സെൽഷ്യസ്. മിനിമം ടെമ്പറേച്ചർ എത്രയാണ്? 28 ഡിഗ്രി സെൽഷ്യസ്. ഇനി നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് എന്തൊക്കെയാണ് കണ്ടെത്തേണ്ടത്? ഇവിടെ ഡൈഏണൽ റേഞ്ച് കണ്ടെത്തണം, അതുപോലെ ഡെയിലി മീനും കണ്ടെത്തണം, രണ്ടും കണ്ടെത്തണം. നമ്മൾ തൊട്ട് മുമ്പ് നമ്മളത് രണ്ടിൻ്റെയും എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് നമ്മൾ പഠിച്ചു. നമുക്കിവിടെ കണ്ടെത്തണം. ഓക്കെ, ട്രൈ ചെയ്തോ? ഉത്തരങ്ങൾ കിട്ടിയോ? വളരെ സിമ്പിളാണ് അല്ലേ? ഒന്ന് കൂട്ടാനും ഒന്ന് കുറയ്ക്കാനും, ഒന്ന് കുറയ്ക്കണം ഒന്ന് കൂട്ടിയിട്ട് ഹരിക്കണം, അത്രയല്ലേ പണിയുള്ളൂ അല്ലേ? നമ്മൾ നോക്കുകയാണ്. ഇതാ, നമുക്ക് ആദ്യം എന്താണ് നമുക്ക് നോക്കേണ്ടത്? ഡൈഏണൽ. നിങ്ങളുടെ എത്ര പേരുടെ ഉത്തരം ശരിയായി നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഡൈഏണൽ റേഞ്ച് നമുക്ക് നോക്കാം അല്ലേ? ഡൈഏണൽ റേഞ്ച് കണ്ടെത്താനുള്ള ഇതെന്താണ്? നമ്മളുടെ സൂത്രവാക്യം എന്താണ്? അതായത് മാക്സിമം ടെമ്പറേച്ചർ അല്ലേ, മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ ആണ് എന്ത്? ഡൈഏണൽ റേഞ്ച്. അപ്പോൾ ഇവിടെ മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്? 36 അല്ലേ, 36 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ മിനിമം ടെമ്പറേച്ചർ എത്രയാണ്? 28 ഡിഗ്രി സെൽഷ്യസ് അല്ലേ, 28 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഉത്തരം എത്രയാണ്? 8 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? എത്രയാണ്? 36-ൽ നിന്ന് 28 വർഷം എത്രയാണ്? 8 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, 8 ഡിഗ്രി സെൽഷ്യസ്. അതാണ് നമ്മളുടെ എന്ത് ഇവിടുത്തെ ഡൈഏണൽ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? ഡെയിലി മീൻ കാണണം അല്ലേ? ഡെയിലി മീൻ കാണണം. ഡെയിലി മീൻ്റെ ഇതെന്താണ്? ഡെയിലി മീൻ എങ്ങനെയാണ് കാണുക? മാക്സിമം പ്ലസ് മിനിമം ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടെ എത്രയാണ് മാക്സിമം? എത്രയാണ്? 36 മാക്സിമം. മിനിമം എത്രയാണ്? 28 അല്ലേ? അപ്പോൾ മാക്സിമം പ്ലസ് മിനിമം ബൈ 2 എന്നുള്ളതാണ്. അപ്പോൾ 36 പ്ലസ് 28 ഡിവൈഡഡ് ബൈ 2 നമുക്ക് എത്ര കിട്ടും? നമുക്ക് 64 ഡിവൈഡഡ് ബൈ 2 കിട്ടും. അതായത് 32 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? 32 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത്? നമ്മളുടെ ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഈ പ്രദേശത്തെ ഡെയിലി മീൻ ടെമ്പറേച്ചർ എത്രയാണ്? 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഐസോതേംസ് ആൻഡ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഐസോതേംസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതാണ് ഐസോതേംസ് മാപ്പ്. നമ്മളൊരു മാപ്പ് എടുത്ത് അതിൽ ഓരോ പ്രദേശത്തും അനുഭവപ്പെടുന്ന എന്താ പറയുക, ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ടെമ്പറേച്ചേഴ്സ് നമ്മൾ നോട്ട് ചെയ്യുകയാണ്. അങ്ങനെ നോട്ട് ചെയ്യുന്ന ടെമ്പറേച്ചേഴ്സിൽ നമ്മൾ ഓരോ ദിവസവും നോട്ട് ചെയ്യപ്പെടുന്ന ടെമ്പറേച്ചേഴ്സിൽ എന്താണ് ഈ പറഞ്ഞ പോലെ സമാനമായ ടെമ്പറേച്ചർ ഉള്ള പ്രദേശങ്ങളെ കൂട്ടിയിണക്കി നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. ഇതുപോലൊരു ലൈൻ വരയ്ക്കുന്നു. ഇങ്ങനെ നമ്മൾ ലൈൻ വരയ്ക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഐസോതേം എന്ന് പറയുന്നത്. അതായത് ഒരു മാപ്പിൽ ഈ പറയുന്നത് പോലെ സമാനമായ താപനില അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ കൂട്ടിയിണക്കി നമ്മൾ വരയ്ക്കുന്ന ഒരു സാങ്കല്പികമായ ഒരു രേഖ. ആ രേഖയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോതേം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഐസോതേമാണ്. ഇത് ഓരോന്നും ഓരോരോ ഐസോതേമുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ നമ്മളുടെ ഭൂമധ്യരേഖ, നമ്മളുടെ ഇക്വേറ്റർ ഇവിടെയുണ്ട്. ഈ ഇക്വേറ്ററിന് അപ്പുറത്തും ഇപ്പുറത്തും അല്ലേ, അപ്പുറത്തും ഇപ്പുറത്തുമായി ഒരുപാട് ഐസോതേംസ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്കൊരു തെർമൽ ഇക്വേറ്റർ, താപീയ മധ്യരേഖ എന്ന് പറയുന്ന ഒരു രേഖയുണ്ട്. തെർമൽ ഇക്വേറ്റർ എന്ന് പറയുന്ന ഒരു രേഖയുണ്ട്. തെർമൽ ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് അക്ഷാംശമുണ്ട്, ഇവിടെ നമുക്ക് രേഖാംശങ്ങളുണ്ട് അല്ലേ. ഈ രേഖാംശങ്ങളിൽ ഓരോയിടത്തും ഒരു ഡെയിലി മീൻ നമ്മൾ എടുത്ത്, ഓക്കെ, ഒരു ഡെയിലി മീൻ നമ്മൾ എടുത്ത് അതിൽ ആ ഡെയിലി മീൻ സമാനമായ ഇടങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ഓരോ രേഖാംശത്തിലെയും ഡെയിലി മീൻ എടുത്ത് ആ ഡെയിലി മീനുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ അത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ഈ സാങ്കല്പിക രേഖയാണ് നമ്മൾ തെർമൽ ഇക്വേറ്റർ.
ഓക്കെ, തെർമൽ ഇക്വേറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, തെർമൽ ഇക്വേറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ലാറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ദക്ഷിണായന ഗോളത്തിൽ അല്ലേ, ദക്ഷിണാർദ്ധ ഗോളത്തിൽ എന്താണ് ലാറ്റിറ്റ്യൂഡിന് കുറച്ചുകൂടി സമാന്തരമാണ് എന്താണ് നമ്മൾ ഈ പറഞ്ഞ ഐസോതേംസ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? അതിൻ്റെ കാരണം എന്താണ്? ഈ പറഞ്ഞ പോലെ തന്നെ ലാറ്റിറ്റ്യൂഡ്സിന് സമാന്തരമാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും എന്താണ്, ഒബ്സ്ട്രക്ഷൻസ് ഇല്ലാതെ വെള്ളത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ഐസോതേംസ് ലാറ്റിറ്റ്യൂഡ്സിന് അല്ലെങ്കിൽ അക്ഷാംശ രേഖകൾക്ക് പൊതുവിൽ സമാന്തരമായി പോകുന്നു. എന്നാൽ കരകളിൽ ഒരുപാട് ഒബ്സ്ട്രക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഉത്തരാർദ്ധ ഗോളത്തിൽ എന്താണ്, അത് അങ്ങനെയല്ല പോകുന്നതെന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അങ്ങനെയല്ല പോകുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഐസോതേമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് എന്താണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഒരു കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്തരീക്ഷ താപനില എങ്ങനെയാണ് നമ്മളുടെ കാലാവസ്ഥയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറായി മാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇന്നത്തേക്ക് ഫോർ ദ ടൈം ബീങ് വി ആർ കൺക്ലൂഡിങ് അവർ ക്ലാസ് ഫോർ ടുഡേ. ആൻഡ് നമുക്ക് ബാക്കി കാര്യങ്ങൾ, ഈ ചാപ്റ്ററിലെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ലെറ്റ് മീ കൺക്ലൂഡ് ഫോർ ടുഡേ. താങ്ക് യു.